ഇത്തരത്തിലൊരു നിയമം ഇന്ന് ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിൽ ഇന്ത്യയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു, ഞാൻ നാട് വിടുകയാണ്. വെൽക്കം ബാക്ക് ടു ക്രിപ്റ്റോ ട്രാപ്പ്. ദിസ് ഇസ് യുവർ ക്രിപ്റ്റോ മാസ്റ്റർ ആൻഡ് മൈ നെയിം ഇസ് മിർസാദ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് അപ്ഡേറ്റുകൾ, കാര്യങ്ങൾ, അനൗൺസ്മെന്റുകൾ നടത്താനായിട്ടുള്ള ഒരു മൊമെന്റ് വന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ക്രിപ്റ്റോ ബില്ലിനെ കുറിച്ച് ഒരുപാട് അൺസർട്ടനിറ്റി മാർക്കറ്റിൽ റൺ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലൊരു നിയമം ഇന്ന് ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിൽ ഇന്ത്യയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു, ഞാൻ നാട് വിടുകയാണ്. ദുബായിയോ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി അക്സെപ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് ഞാൻ എന്റെ എല്ലാ ഓപ്പറേഷൻസും ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതിലൊരു സംശയം വേണ്ട. ഇത്തരത്തിലൊരു നിയമം വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്രിപ്റ്റോ കറൻസിയെ സ്നേഹിക്കുന്നവരും അല്ലെങ്കിൽ ഈ മേഖലയിൽ അധ്വാനിക്കാൻ തയ്യാറായി നിൽക്കുന്നവരെ സംബന്ധിച്ച് ദിസ് ഈസ് അൺഅക്സെപ്റ്റബിൾ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നാട് വിടുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എന്നുള്ളത് ഒരു സംശയവുമില്ല. എന്തായാലും അതിനെക്കുറിച്ച് സംസാരിക്കാം. അതിനു മുമ്പായിട്ട് വളരെ മേജർ ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് അനൗൺസ്മെന്റുകൾ നടത്താനായിട്ടുള്ളതുണ്ട്. വെസറെക്സിൽ പുതുതായി സൈൻഅപ്പ് ചെയ്യുന്നവർക്ക് ഏകദേശം 10,000 സാൻഡ് ഗിവ് അവേ ആണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാവരും ഇതിനെക്കുറിച്ച് ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞു. 10 സാൻഡ് ആണ് വെൽക്കം ഓഫർ ആയിട്ട് അവർ കൊടുക്കുന്നത്. അതായത് അതിന് ചെയ്യേണ്ടത് ഇത്ര മാത്രം: താഴെ കൊടുത്തിരിക്കുന്ന സൈൻഅപ്പ് ലിങ്കിൽ നിങ്ങൾ സൈൻഅപ്പ് ചെയ്യുക. KYC കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു ചെറിയ എമൗണ്ടിന് നിങ്ങൾ സാൻഡ് ടോക്കൺ SAND സാൻഡ് ടോക്കൺ മേടിക്കാം. അതിനുശേഷം 10,000 പേർക്കാണ് നിങ്ങൾ ഈ ഒരു ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നത് വെസറെക്സ്. അപ്പോൾ ഈ ക്യാമ്പയിൻ തുടങ്ങുന്ന ദിവസം 8-ാം തീയതിയാണ്. അതായത് ഇന്നലെ മുതൽ 18-ാം തീയതി വരെ ഏകദേശം 10 ദിവസത്തിനുള്ളിൽ 10,000 സൈനപ്പുകൾക്ക് മാത്രമേ ഈ സാൻഡ് ഗിവ് അവേ നടത്തുന്നുള്ളൂ. സോ ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് സാൻഡ് ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ചെക്ക് ഔട്ട്. നിങ്ങളുടെ സുഹൃത്തുക്കളേക്ക് നിങ്ങൾ അഫിലിയേറ്റ് ലിങ്കോ നിങ്ങളുടെ റെഫർ ലിങ്കോ അയച്ചു കൊടുത്തുകൊണ്ട് അവരെയും ഈ മേഖലയിലേക്ക് ഇതിലൂടെ ഇൻവൈറ്റ് ചെയ്യാം. സോ സെക്കൻഡ് അനൗൺസ്മെന്റ്, ബൈബിറ്റും ക്രിപ്റ്റോ ട്രൈബും കൂടി നടത്തുന്ന ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് സർട്ടിഫൈഡ് പ്രോഗ്രാം, സർട്ടിഫിക്കറ്റ് അടക്കം നമ്മൾ നടത്തുന്ന പ്രോഗ്രാമിന്റെ ലാസ്റ്റ് സീസൺ ആണ് ഈ മാസം നടക്കാൻ പോകുന്നത്. അതും നാളെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി വൈകിട്ട് 7 മണിയോട് കൂടിയിട്ട് നമ്മൾ ഫോം ക്ലോസ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കുമുള്ള അഡ്മിഷൻസ് കാര്യങ്ങൾ ഇന്ന് രാത്രി വൈകിട്ട് 7 മണിക്ക് ക്ലോസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇനിയും ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫോം വിൽ ബി ഓപ്പൺ till 7 PM tonight. So see you tomorrow and day after tomorrow. So 2 ദിവസത്തെ 4 ഹവേഴ്സിന്റെ സെഷൻ ആയിരിക്കും. ലൈവ് ട്രേഡിംഗ് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻ, പെർപെച്വൽ ഇൻവെസ്റ്റ്, പെർപെച്വൽ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്ന ഒരു സർട്ടിഫൈഡ് ബൈബിറ്റ് പ്രോഗ്രാം ആയിരിക്കും നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഇതിനിടയിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ടായിരുന്നു. നമ്മളെ യൂട്യൂബ് ചാനലിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് നടത്തിയിരുന്നു. നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ ഇൻട്രോ ഞാൻ പറയുന്ന രീതി മാറ്റി പിടിക്കണം എന്നുള്ളൊരു സജഷൻ ഞാൻ ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെ വീഡിയോയിൽ വെച്ചിരുന്നു. സോ ഒരുപാട് സുഹൃത്തുക്കളുടെ കമന്റുകൾ, വളരെ ഫണ്ണി ആയിട്ടുള്ള കമന്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിരിക്കുന്ന എല്ലാ ഇൻട്രോസിനും ഒരുപാട് എന്താ പറയുക അപ്രിസിയേഷൻ ലഭിക്കുന്നുണ്ട്. സോ നമുക്കൊരു കാര്യം ചെയ്യാം. കമന്റ് ബോക്സിൽ വന്നിരിക്കുന്ന ഇൻട്രോസ് അല്ലെങ്കിൽ ഡയലോഗ്സിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് ലഭിക്കുന്ന ഇൻട്രോ ഏതാണ്? നിങ്ങൾ ആ വീഡിയോ വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളതായ ഒരു ഐഡിയയിൽ ഒരു ഇൻട്രൊഡക്ഷൻ കമന്റ് ചെയ്യാം. ബട്ട് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമന്റ് ഏതാണോ അതിനായിരിക്കും നമ്മൾ ഗിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഏറ്റവും നല്ല കമന്റ് ഏതാണോ അതും ഞാൻ ചൂസ് ചെയ്യുന്നതായിരിക്കും. അതിന്റെ കൂടെ തന്നെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടയിൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒന്നായിരുന്നു ക്രിപ്റ്റോ ബില്ല് വരുന്നു, പാർലമെന്റിൽ പ്രസന്റേഷൻ നടക്കാൻ പോകുന്നു എന്നുള്ളതെല്ലാം. പ്രസന്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള സംശയങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു. എന്നാൽ അവസാനം അത് പ്രസന്റ് ചെയ്തിരിക്കുകയാണ്. സോ പാർലമെന്റ് ബില്ലിന്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ആ ഒരു അൺസർട്ടനിറ്റി ഇപ്പോഴും ഉണ്ട്. പലരും ഇപ്പോഴും സംശയത്തോടെ നോക്കുന്നത് എന്തായിരിക്കാം ക്രിപ്റ്റോ കറൻസിയുടെ ഭാവി ഇന്ത്യയിൽ എന്നുള്ളതാണ്. സോ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ബില്ലിൽ പറയുന്ന കാര്യങ്ങൾ, പറഞ്ഞിട്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ നാട് വിടേണ്ടി വരുമോ എന്നുള്ള തീരുമാനങ്ങളെല്ലാം നമുക്ക് ഈ ബില്ലിൽ അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് അനലൈസ് ചെയ്യാം. സോ ടൈംസ് ഓഫ് ഇന്ത്യയിൽ, ദ ടൈംസ് ഓഫ് ഇന്ത്യ ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഒബ്വിയസ്ലി എല്ലാ മാധ്യമങ്ങളും, പത്രമാധ്യമങ്ങളും ഇത്തരത്തിലുള്ള നെഗറ്റീവുകളാണ് ആദ്യം ഇമ്പാക്റ്റ് ആയിട്ട് പറയാം. പക്ഷെ അതിൽ ഒളിഞ്ഞിരിക്കുന്ന സത്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രപ്പോസ്ഡ് ബിൽ ബാനിങ് ക്രിപ്റ്റോ പേയ്മെന്റ് കുഡ് മീൻ ജയിൽ ഫോർ വയലേഷൻ. സോ അവരാദ്യം പ്രസന്റ് ചെയ്യുന്നത് ക്രിപ്റ്റോ കറൻസി ബില്ലിലൂടെ ജയിലിലേക്ക് പോകാനും ആൾക്കാരെ ജയിലിടാനുമായിട്ടുള്ള നിയമങ്ങളൊക്കെ വരാൻ പോകുന്നു എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഇതിൽ ഇവർ പറയുന്ന കാര്യങ്ങളുണ്ട്. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. അക്കോർഡിംഗ് ടു ദ സമ്മറി ഓഫ് ദ ബിൽ, ദ ഗവൺമെന്റ് ഈസ് planning a general prohibition on all activities by any individuals on mining, generating, holding, selling or dealing in digital currencies as a medium of exchange or store of value and a unit of account. അതായത് ഇന്ന് നമ്മളെ മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഫിയാറ്റ് കറൻസി ആയിട്ടുള്ള INR, അതായത് ക്യാഷ്,
അതിനെ എഫക്ട് ചെയ്യാത്ത രീതിയിൽ ക്രിപ്റ്റോ കറൻസിയെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഗവൺമെന്റ് തീരുമാനമെടുത്തിരിക്കുന്നത്. അതാണ് ഇതിന്റെ സമ്മറി. പക്ഷെ ഇന്ന് നമ്മൾ മാർക്കറ്റിലോ അല്ലെങ്കിൽ പൊതുവെയുള്ള സംസാരത്തിലോ ആൾക്കാരുടെ ഇടയിൽ കാണുന്നത് ക്രിപ്റ്റോ കറൻസി കയ്യിൽ വെക്കുന്നവനും മൈൻ ചെയ്യുന്നവനും ഹോൾഡ് ചെയ്യുന്നവനും ഒക്കെ പിടിച്ച് ജയിലിടാൻ പോകുന്നു എന്നുള്ളതാണ്. അതല്ല, അതായത് ദിസ് ഇസ് ബാൻഡ്. ക്രിപ്റ്റോ കറൻസി ബാൻ ചെയ്യാൻ പോവുകയാണ്. എങ്ങനെ? ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. അതായത് എനിക്കിപ്പോൾ ഒരു സാധനം മേടിക്കണം, അല്ലെങ്കിൽ എനിക്കൊരു ബിസിനസ് ചെയ്യണം, എനിക്കൊരു പർച്ചേസ് നടത്തണം. അതിനായി ഞാൻ ഉപയോഗിക്കേണ്ടത് ഇന്ത്യൻ കറൻസിയായ ഫിയാറ്റ് കറൻസിയായ INR ആയിരിക്കണം. അതല്ലാതെ ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു മീഡിയം ഓഫ് ട്രാൻസാക്ഷനോ നടക്കാൻ പാടുള്ളതല്ല, ഒരു കച്ചവടമോ ഒരു ബിസിനസ്സോ നടക്കാൻ പാടുള്ളതല്ല. കാരണം അത് ഗവൺമെന്റ് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. പക്ഷെ ഗവൺമെന്റ് അത് ട്രാക്ക് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു നിയമം കൊണ്ടുവരുന്നുണ്ട്. ഇന്ത്യയിൽ നിലനിൽക്കുന്ന എക്സ്ചേഞ്ചുകൾക്ക് മാത്രമേ ഹോൾഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള എക്സ്ചേഞ്ചുകൾക്ക് മാത്രമേ ക്രിപ്റ്റോ കറൻസി ഡീൽ ചെയ്യാൻ പാടുകയുള്ളൂ. ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമുകൾ അപ്പാടെ ഒഴിവാക്കണം എന്നുള്ള രീതിയിലെല്ലാം ഫണ്ടുകൾ മാർക്കറ്റ് നടക്കുന്നുണ്ട്. അതിന്റെ ഒരു വെരിഫിക്കേഷൻ ഇതുവരെ ഗവൺമെന്റിന്റെ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിലും അനൗൺസ് ചെയ്തിട്ടില്ല. ഈ ന്യൂസ് പ്രകാരമാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഡിജിറ്റൽ കറൻസീസിന് അക്സെപ്റ്റ് ചെയ്യുകയും എന്നാൽ അതൊരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയി ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് പറയുന്നത്. അത്തരത്തിൽ ആരെങ്കിലും ഇതിനെ ഒരു ബിസിനസ് ആയോ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയോ കാണുകയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തെ പിടിച്ച് ജയിലിടും എന്നുള്ളതാണ് പറയുന്നത്. നാട് വിടേണ്ട ആവശ്യങ്ങളൊന്നും ഇവിടെ വരുന്നില്ല എന്നുള്ള റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കണം. 2-3 ദിവസം കൊണ്ട് പലരും എടുത്ത തീരുമാനമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇത്തരത്തിലെ ന്യൂസുകൾ വരുമ്പോൾ ഗവൺമെന്റ് വെബ്സൈറ്റുകളിലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒഫീഷ്യൽ പേജുകളിലോ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം. അതിനുശേഷം മാത്രമേ സെല്ല് ചെയ്യാനും ബൈ ചെയ്യാനും ഒക്കെ ആയിട്ട് ഇറങ്ങി ഓടാൻ പാടുകയുള്ളൂ. അതല്ലാതെ വെറുതെ ഗ്രൂപ്പുകളിലും ടെലിഗ്രാം ചാനലിലും വരുന്ന ഒരുപാട് ഫണ്ടും അതുപോലെയുള്ള അപ്ഡേറ്റുകളും ഒക്കെ കേട്ട് പേടിച്ച് ഭയന്നിരിക്കാനാണെന്നുണ്ടെങ്കിൽ ദിസ് മാർക്കറ്റ് ഇസ് നോട്ട് ഫോർ യു മൈ ബോയ്, ദിസ് ഇസ് ഫോർ someone else. So ഈ മാർക്കറ്റിൽ വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ നോക്കി കാണേണ്ടത് വളരെ വളരെ അനിവാര്യമാണ്. ക്രിപ്റ്റോ കറൻസി ഇസ് ഹിയർ ടു സ്റ്റേ വിത്ത് us in a long run. എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. This is how the market works. This is how the sentimental market work. ഇത്തരത്തിലുള്ള സെന്റിമെന്റ്സും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് ഈ മാർക്കറ്റിന്റെ ഒരു ഫ്ലക്ച്വേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ഇത് സ്റ്റോക്ക് പോലെയോ ബോണ്ട് പോലെയോ വോളറ്റിലിറ്റി കുറവുള്ള ഒരു മാർക്കറ്റായി മാറാം. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഫ്ലറിഷ് ചെയ്യുന്ന സമയമാണ്. ഫ്ലറിഷ് ദ മാർക്കറ്റ്, യൂട്ടിലൈസ് ദ മൊമെന്റ് ആൻഡ് മേക്ക് എ ലോട്ട് ഓഫ് മണി, become rich. This is your Crypto Master signing off from Crypto Tribe. I will be seeing you very soon. Godspeed.